ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക ആരതിയും കൂട്ടിക്കൊണ്ട് ആകാശിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ സിദ്ധു ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. എന്താ ചന്ദ്രിക നീ പറയുന്നത്? സിദ്ധു ഷോക്കായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സർ, നിങ്ങൾ വീട്ടിലില്ലാതിരുന്നപ്പോൾ ആരതി ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥിന് വീണ്ടും ഷോക്കാവുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അതുകൊണ്ട് ആരതിയെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ആകാശിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ് ചന്ദ്രിക കല്യാണം മുടക്കാൻ സാധിക്കുക? ആകാശിൻ്റെ അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ആ കല്യാണം നടത്തുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ചന്ദ്രിക പറയാണ്, എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ആരതിയെ ആകാശിന് കൂടി ചേർത്ത് വെക്കും. അത് കേട്ടപ്പോൾ ആരതി വല്ലാത്ത വിഷമത്തോടെ ചന്ദ്രികയെ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ തെരയുന്നു വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞത് സർ. ചന്ദ്രിക ആരതി അവൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീയും അവൾക്കൊപ്പം ചേർന്നിട്ട് എന്താ ചന്ദ്രിക നീ കാണിച്ചു കൂട്ടുന്നത്? ചന്ദ്രിക, ആ കല്യാണം നിങ്ങൾക്ക് നിർത്തിവെക്കാൻ സാധിക്കില്ല. വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അതുകൊണ്ടാണ് പറയുന്നതൊന്നും മനസ്സിലാക്ക്. എന്ത് പ്രശ്നം വന്നാലും സാരമില്ല സർ, പക്ഷേ ആ കല്യാണം ഞാൻ നടത്താൻ വിടില്ല. ചന്ദ്രിക അവളുടെ ഉറച്ച തീരുമാനം സിദ്ധാർത്ഥനെ അറിയിക്കുകയാണ്. ഞാൻ ഫോൺ വെക്കുവാണ് സർ എന്ന് പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ചന്ദ്രിക അവൻ ഇങ്ങേ സൈഡിൽ നിന്ന് വിളിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ചന്ദ്രിക കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിദ്ധുവിന് എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയുമില്ലായിരുന്നു. അവൻ ആകെ കൺഫ്യൂഷനായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതേപോലെ തന്നെയാണ് ചന്ദ്രികയും ആരതിയൊക്കെ വിഷമത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സിദ്ധു, ആരതി എവിടെ മോനെ? റൂമിൽ അവളെ കാണുന്നില്ലല്ലോ. സിദ്ധു മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. സിദ്ധു, നിന്നോടാ മോനെ ചോദിക്കുന്നത്, ആരതി എവിടെ? അങ്ങനെ സിദ്ധാർത്ഥ് പറഞ്ഞു കൊടുക്കുകയാണ്, ചന്ദ്രിക ആരതിയെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. അവൾ എന്തിനാ ആരതിയെയും കൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയിരിക്കുന്നത്? ആകാശിൻ്റെ കല്യാണം നിർത്തിവെക്കാൻ വേണ്ടി. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടതും ജാനകി ആകെ ഷോക്കാവുകയാണ്. അയ്യോ, ഞാൻ ആരതിയോട് പറഞ്ഞതല്ലേ ആ ആകാശിനെ മറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിനാ ഈ ചന്ദ്രിക വലിയ ആളാവാൻ വേണ്ടി നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിന് മറുപടി ഒന്നും പറയാനാവാതെ നിൽക്കുവാണ് സിദ്ധു. കാരണം ചന്ദ്രിക ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് അവനും വിശ്വസിക്കുന്നത്. സിദ്ധു തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അവിടെ പോയി ചന്ദ്രിക പ്രശ്നം ഉണ്ടാക്കി ആരതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ മോനെ ചെയ്യുക? സിദ്ധുവിനും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജാനകി പറഞ്ഞു കൊടുക്കുകയാണ്, നീ ആദ്യം പോയിട്ട് ആരതിയെ കൂട്ടിക്കൊണ്ടുവാ. അയ്യോ സിദ്ധു, നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം പോ. ചന്ദ്രിക ആരതിയെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പാടില്ല. എങ്ങനെയെങ്കിലും ആരതിയെ കൂട്ടിക്കൊണ്ട് നീ വേഗം വാ. സിദ്ധാർത്ഥ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. സിദ്ധു, നോക്കി നിൽക്കാതെ പോയിട്ട് വാ. ജാനകി ദേഷ്യത്തോടെ പറഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് ഇറങ്ങുകയാണ്. ശരി, ഞാൻ പോയിട്ട് വരാം. ജാനകി വല്ലാതെ ഭയന്ന് നിൽക്കുവാണ്. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ ആകാശിൻ്റെ കല്യാണത്തിനുള്ള ഓരോരോ ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കല്യാണ പെണ്ണ് പന്തലിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് പെണ്ണ് വരുന്നത്. അത് കാണുമ്പോൾ ആകാശിന് വല്ലാത്ത പേടിയും അതേപോലെ തന്നെ കല്യാണം മുടങ്ങുമോ എന്നുള്ള ഭയത്തിലാണ് ആകാശിൻ്റെ അച്ഛനും ചുറ്റിലും നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ആകാശാണെങ്കിൽ ആരതിയോ അവളുടെ വീട്ടുകാരോ ആരെങ്കിലും വന്ന് തന്നെ സഹായിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലും. അപ്പോൾ കല്യാണപ്പെണ്ണ് പന്തലിലെത്തിയ സമയത്ത്, മണ്ഡപത്തിൽ കയറിയ സമയത്ത് പൂജാരി പറയുന്നുണ്ട് സഭയ്ക്ക് എല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പെണ്ണ് അനുസരിച്ചിട്ട് എല്ലാവർക്കും, സഭയിലിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ആകാശ് വല്ലാത്ത പേടിയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഏതു നിമിഷവും തൻ്റെ വിവാഹം നടക്കുമെന്നുള്ള ഭയത്തിൽ. പക്ഷേ പെണ്ണിതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പെണ്ണ് നല്ല സന്തോഷത്തിൽ ആകാശം നോക്കി പുഞ്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല സന്തോഷമായിരുന്നു ആകാശിനെ മരുമകനായിട്ട് കിട്ടുന്നതിൽ. ആ സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ട് ആകാശിൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അച്ഛൻ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ആകാശ് അമ്മയെ നോക്കുകയാണ്. ആകാശ്, അച്ഛൻ ഇപ്പോൾ വരും. അയാൾ ഫോൺ ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ പുറത്തുണ്ടോ? ഞങ്ങൾ പുറത്തുണ്ട്, എന്നാൽ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്ത് വന്നപ്പോൾ പുറത്ത് ഒരുപാട് ഗുണ്ടകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ പെട്ടെന്ന് എന്താ പ്രശ്നം? അത് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്. എന്താ പ്രശ്നം ഏട്ടാ? അവർ ചോദിച്ച സമയത്ത് ആരതിയെ പെണ്ണ് കാണാൻ പോയതും അതിനുശേഷം മേഘ വിളിച്ചിട്ട് വാസുവും ജ്യോതിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞു കൊടുത്തതും അതിനുശേഷം സിദ്ധാർത്ഥും ചന്ദ്രികയും ക്ഷേത്രത്തിൽ വന്നിട്ട് ആരതിയെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് യാചിച്ചതും അതിനുശേഷം ഇന്ന് അല്പം മുമ്പായിട്ട് ആരതി ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും അങ്ങനെ മുതലായ എല്ലാ കാര്യങ്ങളും ഗുണ്ടകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ആകാശിൻ്റെ അച്ഛൻ. ആകാശിൻ്റെ കല്യാണം ഇന്ന് മുടക്കാൻ വേണ്ടി ചന്ദ്രിക ആരതിയെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ക്ഷേത്രത്തിനകത്തേക്ക് കയറരുത്. നിങ്ങളെല്ലാവരും ഇവിടെ പുറത്തു തന്നെ ഉണ്ടാവണം. ഈ പുറത്ത് വെച്ച് തന്നെ അവരെ ഇവിടുന്ന് അടിച്ചോടിക്കണം.
എന്തൊക്കെ ശ്രമിച്ചിട്ടും അവർ പോകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അവർ രണ്ടുപേരെയും കാറിൽ കയറ്റിക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റിവെക്ക്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം അവരെ പുറത്തേക്ക് പറഞ്ഞയച്ചാൽ മതി. ശരിയേട്ടാ, ഞങ്ങളെല്ലാം ചെയ്തോളാം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ എടുത്തിട്ട് ചന്ദ്രികയുടെയും ആരതിയെയും ഫോട്ടോ ഗുണ്ടകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇവർ രണ്ടുപേരുമാണ് ആളുകൾ. ഇവരുടെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അതെല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് അവരിവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ തടഞ്ഞു നിർത്തണം. ശരിയേട്ടാ? ഏട്ടാ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ആ ധൈര്യത്തിലാണ് ആകാശിൻ്റെ അച്ഛൻ അകത്തേക്ക് കയറി പോകുന്നത്. എന്നിട്ട് പൂജാരിയോട് പറയുന്നുണ്ട്, സ്വാമി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. ആ ശരി ശരി. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ആ പെണ്ണിൻ്റെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ഇത് കൊണ്ടുപോയിട്ട് വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ ആശീർവാദം വാങ്ങിയിട്ട് വരാൻ. അവരത് ഒരു പെൺകുട്ടിയുടെ കൈ കൊടുത്തിട്ട് എല്ലാവരുടെ അടുത്തുനിന്നും ആശീർവാദം വാങ്ങി വരാൻ വേണ്ടി പറയുകയാണ്. ആ പെണ്ണ് എല്ലാവരുടെ അടുത്ത് പോകുന്ന സമയത്താണ് ചന്ദ്രികയും ആരതിയും ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത്. അവിടെ എത്തിയതിനു ശേഷം അവർ പരിഭ്രമത്തോടെ ചുറ്റിലും നോക്കുവാണ്. ആ സമയത്ത് ഗുണ്ടകൾ അവരുടെ ഫോൺ എടുത്തിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയെ ആരതി അവർ തിരിച്ചറിയാണ്. എന്നിട്ട് പരസ്പരം പറയുന്നുണ്ട്, ഇവരാണത്, ഇവരെ ക്ഷേത്രത്തിനകത്തേക്ക് വിടാൻ പാടില്ല, വാ എന്ന് പറഞ്ഞ് ഗുണ്ടകളും പോവുകയാണ്. അതേസമയം ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ വേണ്ടി ചന്ദ്രികയും ആരതിയും കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ്. ക്ഷേത്രത്തിനകത്താണെങ്കിൽ പൂജയുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രികയുടെ ആരതിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഗുണ്ടകൾ പറയുന്നുണ്ട്, നിൽക്ക് നിൽക്ക് നിൽക്ക്. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയ്ക്ക് മനസ്സിലായി ആകാശിൻ്റെ അച്ഛൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളാണതെന്ന്. അതുകൊണ്ട് തന്നെ അവൾ കർശനായിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. ഇപ്പം മര്യാദയ്ക്ക് ഞങ്ങൾക്ക് വഴി വിട്ടു തരുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? അത് കേട്ട സമയത്ത് ഗുണ്ടകൾ പരസ്പരം പൊട്ടിച്ചിരിക്കുകയാണ്. ആരതിക്കാണെങ്കിൽ നല്ല ഭയം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഗുണ്ടകൾ കളിയാക്കിക്കൊണ്ട് പറയാണ്, എന്ത് പോലീസോ? പോലീസുകാർക്ക് തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാണം കെടാൻ നിൽക്കേണ്ട. ചന്ദ്രിക പേടിയോടെ ആരതി വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ ദേഷ്യത്തോടെയാണ് ഗുണ്ടകളോട് സംസാരിക്കുന്നത്. ഇപ്പം വഴി വിടുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ അതിലൊരുത്തൻ പറയുന്നുണ്ട്, ഏയ് വഴിയൊന്നും വിടാൻ സാധിക്കില്ല, നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ എന്ന് പറഞ്ഞു തീർന്നതും ചന്ദ്രിക അവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഏയ് ചന്ദ്രിക, ആരതി പേടിയോടെ വിളിക്കുന്നുണ്ട്. അപ്പം മറ്റേ ഗുണ്ട പറയുന്നുണ്ട്, ഞാൻ പാവമല്ലേ, പെണ്ണല്ലേ, സംസാരിച്ച് തീർത്താൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് മിണ്ടാതെ നിൽക്കുമ്പോൾ നീ എൻ്റെ ആളുടെ ദേഹത്ത് കൈവെക്കുന്നോ എന്ന് പറഞ്ഞു തീർന്നതും ചന്ദ്രികയുടെ കരണം നോക്കി അവനൊന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ്. അടി കൊണ്ട ഉടനെ ചന്ദ്രിക റോഡിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണ് മുഴുവൻ ഇരുട്ട് കയറുന്ന പോലെയാണ്. ആരതി അവളെ ചേർത്ത് പിടിക്കുകയാണ്. ഏയ് ചന്ദ്രിക, ചന്ദ്രിക. അപ്പോൾ ഗുണ്ട പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ചന്ദ്രികയെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. ചന്ദ്രികയ്ക്ക് തല കറങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരതിയോട് അയാൾ പറയുന്നുണ്ട്, ചന്ദ്രികയും കൂട്ടി ഇവിടുന്ന് പോയില്ലെങ്കിൽ അടുത്ത അടി നിനക്കുള്ളതായിരിക്കും. പക്ഷെ ആരതി ധൈര്യത്തോടെ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, ഞാൻ ആകാശിനെ കാണാതെ ഇവിടെ നിന്ന് പോവില്ല, എന്നെ വിട്, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആരതി പോവാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ ചന്ദ്രികയെ തല്ലിയതുപോലെ തന്നെ ആരതിയും തല്ലുകയാണ്. ആരതിയും നേരെ പോയി ചന്ദ്രികയുടെ ദേഹത്തേക്ക് തന്നെയാണ് വീഴുന്നത്. ആരതി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അപ്പോൾ ഗുണ്ട പറയുന്നുണ്ട്, രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നോക്ക്. ഇനിയും വന്ന് പ്രശ്നം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഇതിനേക്കാളും ഭയാനകമായിരിക്കും. ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. മര്യാദയ്ക്കാണ് നിന്നോട് പറഞ്ഞത് ഇവിടുന്ന് എഴുന്നേറ്റ് പോവാൻ. അപ്പോഴേക്കും ആരതിയും ചന്ദ്രികയും കൈപിടിച്ചിട്ട് എഴുന്നേൽക്കുകയാണ്. ഇല്ല, ഞങ്ങൾ പോവില്ല, നീ വാ ആരതി, നമുക്കുള്ളിലേക്ക് പോവാം. ഏയ്, നിന്നോടൊക്കെ മര്യാദക്കല്ലേ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്താ അർത്ഥം? ഡാ, ഇവരെ രണ്ടുപേരെയും പിടിച്ച് വണ്ടിയിലിടാൻ നോക്കടാ. അത് കേട്ട് ആരതിയും ചന്ദ്രിക ഒന്ന് പതറി നിൽക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞതുപോലെ ഇവരെ രണ്ടുപേരെയും പിടിച്ച് ലോക്കാക്കിയതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വിടാം. അവരെ രണ്ടുപേരെയും ഗുണ്ടകൾ പിടിച്ചിട്ട് കാറിനകത്തേക്ക് ഇട്ടിട്ട് അവരവിടുന്ന് പോകാൻ നോക്കുകയാണ്. ആ സമയത്താണ് കാറിന് മുന്നിലായിട്ട് സിദ്ധു വന്ന് നിൽക്കുന്നത്. സിദ്ധുവിനെ കണ്ടപ്പോഴാണ് ആരതിക്ക് സമാധാനമായത്. ആരതി നോക്കുന്നത് കണ്ടിട്ടാണ് ചന്ദ്രികയും അങ്ങോട്ടേക്ക് നോക്കുന്നത്. അപ്പോൾ സിദ്ധുവിനെ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും സമാധാനമായി. ഏട്ടാ, ആരതി കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോഴേക്ക് ഗുണ്ടകൾ പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സിദ്ധുവായിട്ട് ഫൈറ്റ് നടത്തുകയാണ്. ചന്ദ്രികയും ആരതിയും കൂടി കാറ് തുറന്നിട്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡോർ ലോക്കായിരുന്നു. സിദ്ധാർത്ഥാണെങ്കിൽ അവരുമായിട്ട് തല്ല് നടത്തുകയാണ്. അപ്പോൾ ചന്ദ്രികയ്ക്ക് പേടിയാവുകയാണ്. അവളിങ്ങനെ വിളിക്കുന്നുണ്ട്, സിദ്ധു സർ, വേണ്ട വേണ്ട. സിദ്ധു അവരുമായിട്ട് ഫൈറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് അകത്ത് ആകാശാണെങ്കിൽ ഓരോ നിമിഷവും ആരതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവൾ ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട്. അവൻ്റെ കണ്ണ് മുഴുവൻ പുറത്ത് തന്നെയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ ചന്ദ്രികയും ആരതിയും അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാറിനകത്ത് നിന്ന് സിദ്ധാർത്ഥ് ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അകത്ത് കെട്ടിമേളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താലി എടുത്തിട്ട് ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ആ സമയത്ത് സിദ്ധാർത്ഥ് ആരതിയും ചന്ദ്രികയും നിൽക്കുന്ന ഭാഗത്തുള്ള ഡോറുകൾ തുറക്കുകയാണ്, ഗുണ്ടകളൊക്കെ അടിച്ചോടിച്ചതിന് ശേഷം.
എന്നാൽ സിധു ഡോറ് തുറന്നിട്ട് രണ്ടുപേരോട് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ച സമയം കൊണ്ട് ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞതും ആരതി നേരെ ക്ഷേത്രത്തിനകത്തേക്ക് ഓടുവാണ്. പിന്നാലെ സിദ്ധാർത്ഥും ചന്ദ്രികയും. ആകാശിൻ്റെ കൈ താലി കൊടുത്തിട്ട് പെണ്ണിൻ്റെ കഴുത്തിലേക്ക് കെട്ടാൻ പറയാണ്. ആകാശ് വളരെ പതിയാണ് അത് ചെയ്യുന്നത്. കാരണം അവനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ്റെ അച്ഛൻ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കെട്ട് ആകാശ് കെട്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള കല്യാണ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. ആകാശ് താലിയെടുത്ത് പെണ്ണിൻ്റെ കഴുത്തിന് നേരെ പോയ സമയത്ത് ആരതി ഓടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആകാശിൻ്റെ ആ ഒരു ഇരിക്കുന്ന ആളുകളുടെ പിന്നിലായിട്ട്. എന്നിട്ട് അവൾ ഉറക്കെ വിളിക്കുകയാണ്, ആകാശ്. അത് കേട്ട് ആദ്യം ആകാശും പിന്നാലെ പെൺകുട്ടിയും അതിന് പുറകെ ബാക്കിയുള്ള എല്ലാവരും, ആകാശിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ് ആരതിയെ. ആരതിക്ക് പിന്നിലായിട്ട് അപ്പോഴേക്കും സിദ്ധുവും ചന്ദ്രിക എത്തിയിട്ടുണ്ടായിരുന്നു. ആകാശ് താലി കെട്ടാതെ പിടിച്ചു നിന്നെടുത്ത് തന്നെയാണുള്ളത്. അപ്പോഴേക്കും ആരതി ഓടി അകത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ പറയാണ്, ഏയ് ഇറങ്ങിപ്പോ. സഭയിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന സ്ത്രീകളും വന്നിട്ട് ആരതിയെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആരതി ആകാശോട് പറയുന്നുണ്ട്, ആകാശ് എഴുന്നേക്കാൻ നോക്ക്. ആരതി ആ സ്ത്രീകളെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നപ്പോൾ സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കുവാണ്. ചന്ദ്രിക അവിടെ പോയിട്ട് പറയുന്നുണ്ട്, നിർത്ത്. പക്ഷെ അവരത് മൈൻഡാക്കുന്നില്ല. അവർ ആരതിയെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രികയും സിദ്ധു അടുത്തെത്തിയപ്പോൾ ആ സ്ത്രീകളൊക്കെ അവിടുന്ന് മാറുവാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആരുടെ വീട്ടിലെ കല്യാണത്തിന് വന്നിട്ട് ആരാണ് നിർത്താൻ പറയുന്നത്? ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാൻ നോക്ക്. അപ്പോൾ ആരതി സങ്കടത്തോടെ ചന്ദ്രികയെ നോക്കുവാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളുടെ അന്തസ്സിനും ഗൗരവത്തിനും നിങ്ങളുടെ കുടുംബ മഹിമയ്ക്കും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. ആകാശിന് ഈ കല്യാണം ചെയ്യാൻ താല്പര്യമേ ഇല്ലാത്തപ്പോൾ എന്തിനാണ് അയാളെ ഭയപ്പെടുത്തി ഈ കല്യാണം നടത്തിക്കുന്നത്? അത് കേട്ടപ്പോൾ ആകാശ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിങ്ങനെ അതിശയത്തോടെ അച്ഛനെയും അമ്മയും നോക്കുവാണ്. ആകാശ് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായാവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ മകനെ ആരെക്കൊണ്ട് കല്യാണം നടത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് നീ വന്ന് പറയേണ്ട കാര്യമില്ല. ആകാശിന് ഈ പെണ്ണുമായിട്ടാണ് കല്യാണം. അത് കേട്ട സമയത്ത് ആരതി ആകാശിനെ ഞെട്ടിക്കൊണ്ട് നോക്കുവാണ്. അതുപോലെ തന്നെ ആകാശും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക്. അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല സർ. ഈ ആരതിക്ക് നിങ്ങളുടെ മകനെ കല്യാണം നടത്തിക്കാൻ നിങ്ങൾ സമ്മതിച്ചതായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കല്യാണ നിശ്ചയവും കഴിഞ്ഞതാണ്. ആരതിയുടെ അച്ഛൻ തെറ്റ് ചെയ്തതിന് ആരതിയെ ശിക്ഷിക്കേണ്ട കാര്യമില്ല. അതിലൊരു ന്യായവും ഇല്ല. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, കല്യാണ നിശ്ചയം കഴിഞ്ഞു എന്ന് കരുതി കല്യാണം ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ ഒരു നിയമവും ഇല്ല. കല്യാണം കഴിഞ്ഞവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ നിശ്ചയം ചെയ്തു എന്ന് പറഞ്ഞത് നീ എന്തിനാ ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് കേട്ടപ്പോൾ ആരതി സങ്കടത്തോടെ കരയാണ്. ചന്ദ്രികയും പെട്ടെന്ന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആരതി അവളോട് പറയുന്നുണ്ട്, എന്തെങ്കിലും പറ. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, നിങ്ങളുടെ കുടുംബത്തെ പറ്റി മുഴുവനായിട്ട് അന്വേഷിക്കാതെ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം നിശ്ചയം ചെയ്തത് ഞങ്ങളുടെ തെറ്റാണ്. അതിനൊന്നും മറുത്തു പറയാനാവാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് സിദ്ധുവും ചന്ദ്രികയും ആരതിയും. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ആരതിയുടെ അച്ഛനെ പറ്റി അറിഞ്ഞതിന് ശേഷം ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ തനിയെ എടുത്ത തീരുമാനമല്ല, ഞാനും എൻ്റെ കുടുംബവും ചേർന്നെടുത്ത തീരുമാനമാണ്. ആകാശ് ഒന്നും പറയാനാവാതെ അച്ഛനെയും ചന്ദ്രികയും ആരതിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തനിച്ച തീരുമാനം എടുത്താൽ മതിയോ? ആകാശിന് ആരതിയുടെ കൂടെ കല്യാണം ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹം. എന്നാൽ നിങ്ങളാണെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവനെ വിവാഹം ചെയ്യിക്കണമെന്ന് തീരുമാനം എടുക്കുന്നു. എല്ലാവരും ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകനെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല ഈ കല്യാണത്തിന് നിർബന്ധിച്ചത്. അവൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ഈ കല്യാണം നടത്തുന്നത്. അപ്പോൾ ആകാശ് അച്ഛനെ നോക്കിയിട്ട് വിളിക്കുകയാണ്, അച്ഛാ. അപ്പോൾ ആരതിയും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുന്നുണ്ട്. ചന്ദ്രികയെ നോക്കിയിട്ട് ആരതി പറയുന്നു, ഇല്ല ചന്ദ്രിക. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, വെറുതെ ഓരോന്ന് പറഞ്ഞു വന്ന് ഈ കല്യാണം മുടക്കാമെന്ന് കരുതണ്ട. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ആരതി ഇല്ലയെന്ന് തലയാട്ടുമ്പോൾ ചന്ദ്രികയും പറയുന്നുണ്ട്, ഞങ്ങൾ ഇറങ്ങി പോവില്ല സർ. ആരതിക്കും ആകാശിനും ന്യായം കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് പോകുന്ന സർ കരുതണ്ട. കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ പകുതി കല്യാണം കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്. അപ്പോൾ ഇതിനൊന്നും സിദ്ധാർത്ഥ മറുത്തൊന്നും പറയാതെ ചന്ദ്രിക പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. നിങ്ങൾ നടത്തിയ കല്യാണ നിശ്ചയം കഴിഞ്ഞപ്പോൾ ആരതിയും ആകാശും പരസ്പരം പ്രണയിക്കാൻ തുടങ്ങിയതാണ്. ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെന്ന് കരുതിയിട്ട് അവർ സ്വപ്നങ്ങൾ നെയ്തവരാണ്. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല സർ. ഇങ്ങോട്ട് നോക്കൂ ചന്ദ്രിക, എൻ്റെ മകനെ കൊണ്ട് ആരെ കല്യാണം ചെയ്യിപ്പിക്കണമെന്ന് ഞാനാണ് തീരുമാനം എടുക്കുന്നത്, അല്ലാതെ റോട്ടിൽ കൂടി പോകുന്നവരല്ല. ഞാൻ എൻ്റെ മകന് കല്യാണം നടത്തുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പെങ്കൊച്ചിനെ വേറെ ആരെങ്കിലും ഭർത്താവിനെ കണ്ടിട്ട് കല്യാണം നടത്താൻ നോക്ക്.
ഞാൻ വന്നിട്ട് അത് തടയാനൊന്നും പോകുന്നില്ല. അല്ലാതെ ആരതിയെ എൻ്റെ മകനെ കൊണ്ട് കല്യാണം നടത്തണമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. അത് കേട്ട് ആരതിയും സിദ്ധാർത്ഥും ചന്ദ്രികയും ഒരുപോലെ ഷോക്കായി നിൽക്കുകയാണ്, ഒപ്പം ആകാശും. ആ സമയത്ത് കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം, കല്യാണം നടത്താൻ വേണ്ടി പോയിട്ട് താലി കെട്ടാൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ ചെയ്യുന്നത് നിനക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കരുത്. ചന്ദ്രിക മറുത്തൊന്നും പറയാതെ നിൽക്കുകയാണ്, കാരണം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടിയാണ് അതിനിടയിൽ പ്രശ്നത്തിലാവുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നല്ല സമയം കഴിയുന്നതിന് മുൻപ് എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടട്ടെ. അത് കേട്ടപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് തലയാട്ടുവാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വന്നിട്ട് വായിൽ വന്നതൊക്കെ പറയുന്നു. അപ്പോൾ ചന്ദ്രിക അയാളോട് പറയാണ്, സർ, ഞാനും ഒരു പെണ്ണാണ് സർ, നിങ്ങളുടെ മകളുടെ വിഷമം എനിക്കും മനസ്സിലാവും. ഈ കല്യാണം ഇപ്പം ഇവിടെ വെച്ച് നിന്ന് പോയാൽ കുറച്ചു കാലം നിങ്ങളുടെ മകൾക്ക് അതിൻ്റെ ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ കല്യാണം ഇപ്പം ഇവിടെ വെച്ച് നടന്നു കഴിഞ്ഞാൽ ജീവിക്കുന്നത്തോളം കാലം നിങ്ങളുടെ മകളും ആകാശും പരസ്പരം വേദനയോടുകൂടി ജീവിക്കേണ്ടി വരും. അത് കേട്ട് കല്യാണ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും പരസ്പരം നോക്കുവാണ്. അതുപോലെ അവളും വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, മനസ്സ് മുഴുവൻ ആരതിയെയും വെച്ചുകൊണ്ട് നിങ്ങളുടെ മകളുടെ കൂടെ എങ്ങനെയാണ് ആകാശിന് ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ സാധിക്കുക? അപ്പോൾ അയാൾ ആകാശിൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് ഈ പെണ്ണുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധമില്ല എന്നും ആകാശ് പൂർണ്ണ മനസ്സോടു കൂടിയാണ് എൻ്റെ മകളുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചതെന്നും. നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നവും ഇല്ലയെന്ന്. പക്ഷേ ഈ പെൺകുട്ടി വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കൂ. ഇങ്ങനെയാണോ ഈ കല്യാണം നടത്താൻ വേണ്ടി നിങ്ങൾ പോകുന്നത്? ഇപ്പം നോക്ക്, നിങ്ങളുടെ മകന് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലയെന്ന് അവർ വന്നിട്ട് പറയുകയാണ്. ഇവർ പറയുന്നതാണോ സത്യം? പറ എന്ന് പറയുന്ന സമയത്ത് ആകാശിൻ്റെ അച്ഛനും അമ്മയും തലതാഴ്ത്തി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.